ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നലത്തെ മാസീവ് സെൽ ഓഫിന് ശേഷം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യയിലും മറ്റു മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ സൗത്ത് കൊറിയൻ ഇൻഡെക്സ് ഇന്ന് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റെല്ലാ ഇൻഡെക്സുകളും ചൈന, ഹോങ്കോങ്, അതുപോലെ തന്നെ ജാപ്പാൻ, ഈ മാർക്കറ്റുകളും ബെറ്ററാണ്. ജാപ്പനീസ് ഇൻഡെക്സുകൾ ഇന്ന് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കയിലും മൈനർ റിക്കവറിയൊക്കെ കണ്ടിരുന്നു. എല്ലാ ഇൻഡെക്സുകളും സ്ലൈറ്റ്ലി ബെറ്ററായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ മാഗ്നിഫിസൻറ്റ് 7 കമ്പനികളിലെ ടെക്നോളജി സ്റ്റോക്കുകൾ 7 സ്റ്റോക്കുകളിൽ 6 ബെറ്ററായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം ഹാർഡ്വെയർ രംഗത്തുള്ള സ്റ്റോക്കുകളിലൊക്കെ സ്ലൈറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് ഇന്നലെ കണ്ടിട്ടുണ്ട്. ഒരു മിക്സർ ക്ലോസിംഗ് ആയിരുന്നു. ഇന്നാണ് NVIDIAയുടെ Q4 റിസൾട്ട് അനൗൺസ്മെൻറ്റ് വരുന്നത്. ഈ റിസൾട്ട് തന്നെയായിരിക്കും ഇന്നത്തെ അമേരിക്കൻ മാർക്കറ്റിലെ ടെക്നോളജി സ്റ്റോക്കുകളിലെ ട്രെൻഡൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒപ്പം നമ്മൾ കമോഡിറ്റി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഗോൾഡ്, സിൽവർ, അതുപോലെ തന്നെ മറ്റെല്ലാ കമോഡിറ്റികളും ഇന്നലെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്നാണ് കോമക്സിൽ ഫെബ്രുവരി ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് എൻഡ് ചെയ്യുന്നത്. ഡെലിവറി സ്ക്വീസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സിൽവർ വീണ്ടും മുന്നേറിയേക്കാം. അതേസമയം ഗോൾഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചൈന വലിയ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ആണ് ഗോൾഡ് മാർക്കറ്റിൽ അടുത്ത വർഷങ്ങളിൽ നടത്താൻ പോകുന്നത്. അതിൻ്റെ തയ്യാറെടുപ്പിലാണെന്ന റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായിട്ടും ഇത് വീണ്ടും ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ലോങ് റണ്ണിൽ നൽകാൻ പോകുന്നത്. ഇനി എല്ലാവരുടെയും ശ്രദ്ധ നാളെ നടക്കാൻ പോകുന്ന ഈ ഇറാൻ US ഡിസ്കഷനാണ്. ഇറാനും USഉം തമ്മിലൊരു എഗ്രിമെൻറ്റിലെത്തി ന്യൂക്ലിയർ ഡീൽ സൈൻ ചെയ്യുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഫ്ലയർ അപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഗ്ലോബൽ മാർക്കറ്റുകൾക്ക് നൽകിയേക്കാം. അതേസമയം ഇറാനും USഉം തമ്മിൽ ഒരു എഗ്രിമെൻറ്റിൽ എത്താതെ വരികയാണെങ്കിൽ അതിൻ്റേതായ നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അമേരിക്ക വീണ്ടും ഇന്ത്യയിൽ നിന്നുള്ള സോളാർ പാനൽസ്, സോളാർ സെൽസ് ഇമ്പോർട്ടിന്മേൽ 126% ഡ്യൂട്ടി ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വാരി എനർജീസ്, പ്രീമിയർ എനർജി, വിക്രം സോളാർ, ഈ കമ്പനികളെ സംബന്ധിച്ച് നെഗറ്റീവാണ്. അതിൻ്റെ ഒരു നെഗറ്റീവ് റിയാക്ഷൻ ഇന്ന് ഈ സ്റ്റോക്കുകളിൽ കണ്ടേക്കാം. ഒപ്പം നമ്മൾ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഓപ്പൺ ചെയ്തിട്ടുള്ള PNGS റേവ ജുവല്ലറി, ഡയമണ്ട് ജുവല്ലറി 0.63 ടൈംസ് ആണ് ഫസ്റ്റ് ഡേ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. 2 ദിവസം കൂടിയുണ്ട്, നല്ല രീതിയിലുള്ള ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നേക്കാം. അതേസമയം നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിരുന്ന ഇന്ന് ക്ലോസ് ചെയ്യാണ് BSE SMEയുള്ള അക്കോർഡ് ട്രാൻസ്ഫോമർ 40.78 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. റീറ്റെയിൽ പോർഷൻ 59.74 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ RVNL 270 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. ഒപ്പം സാറ്റിൻ്റെ ഹിയറിംഗ് ആണ്. ജാനസ് സ്ട്രീറ്റ് അപ്പീൽ നടത്തിയിരുന്നു. സെബിയുടെ ആക്ഷൻ അഗൈൻസ്റ്റ് ആയിട്ട് ഹിയറിംഗ് ഇന്ന് തുടങ്ങുകയാണ്. ഇതിൻ്റെ ഔട്ട്കം എന്ത് തന്നെയായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ ഔട്ട്കത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് മാർക്കറ്റിൽ കണ്ടേക്കാം. നമ്മുടെ പ്രധാനമന്ത്രി ഇസ്രായേൽ വിസിറ്റ് ചെയ്യാണ്. ഇന്നും നാളേക്കാണ് വിസിറ്റ്. ധാരാളം ഡീലുകൾ സൈൻ ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് 70,000 മെട്രിക് ടൺ പെർ ആനം കാർബൺ ബ്ലാക്ക് മാനുഫാക്ചറിംഗ് പ്ലാന്റ് വെസ്റ്റ് ബംഗാളിൽ ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവാണ്. ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ഹെവി ട്രക്ക് ടയർ രംഗത്ത് വളരെ പ്രോമിനൻ്റ് ആയിട്ടൊരു കമ്പനിയാണ്. 2 വീലർ ടയേഴ്സും കൂടി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മീഡിയം കമേഴ്സ്യൽ വെഹിക്കിൾ ട്രക്കുകളും ഈ കമ്പനി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ടയർ രംഗത്ത് വീണ്ടും ഡൊമസ്റ്റിക് കോമ്പറ്റീഷൻ കൂടുകയാണ്. ബാലകൃഷ്ണ ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. കാരണം ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ വളരെ മുന്നിട്ട് നിൽക്കുന്നൊരു കമ്പനിയാണ്. HG ഇൻഫ്ര 1582 കോടി രൂപ വരെ നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ നിന്ന് ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. 5 പൈസ റൈറ്റ്സ് ഇഷ്യൂ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്യുന്ന സ്റ്റോക്കുകൾ ഇന്നലെ നോക്കുകയാണെങ്കിൽ ലാപാല, ജിൻഡാൽ സ്റ്റെയിൻലെസ്. അതേസമയം പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്തിട്ടുള്ള ഇൻഫോ എഡ്ജ്. അപ്പോൾ ഈ ഇൻഫോ എഡ്ജിലൊക്കെ ഒരുപക്ഷെ ചെറിയ നെഗറ്റീവ് റിയാക്ഷൻ കാണാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം വേറൊരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് എന്ന് പറയുന്നത് ടാറ്റ സൺസിൻ്റെ ബോർഡ് മീറ്റിങ്ങിൽ N ചന്ദ്രശേഖരൻ്റെ 3rd ടേം പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. നോയൽ ടാറ്റയും അതുപോലെ തന്നെ ബോർഡ് മെമ്പേഴ്സും തമ്മിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. നോയൽ ടാറ്റ
ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുകയാണ് എയർ ഇന്ത്യ അതുപോലെ തന്നെ ബിഗ് ബാസ്ക്കറ്റ് കമ്പനികളിലെ ലോസസിനെ സംബന്ധിച്ച്. അതിൻ്റെ ഒരു അണീസിനെസ് ആണ് ടാറ്റ സൺസ് ബോർഡ് മീറ്റിംഗിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും മൂന്നാം ടേമിന് ഉള്ള പ്രപ്പോസൽ ചന്ദ്രശേഖരൻ തന്നെയാണ് പോസ്റ്റ്പോൺ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്തത്. ഇത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് തന്നിട്ടുള്ള ന്യൂസ് മാത്രമാണ്. ഇനി നമ്മളെ സംബന്ധിച്ച് മുന്നിലുള്ള മേജർ ഇവൻ്റ് ഫെബ്രുവരി 27 പുറത്തു വരുന്ന നമ്മുടെ GDP ഡാറ്റയാണ്. GDP ഡാറ്റ വെള്ളിയാഴ്ചയാണ് പുറത്തു വരുന്നത്. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് പുതിയ സീരീസ് GDP ഡാറ്റ 8%-നും 8.3% ഇടയിലായിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. തീർച്ചയായിട്ടും എബോവ് എക്സ്പെക്റ്റേഷനാണ് ഈ ഡാറ്റ വരുന്നതെങ്കിൽ അതിൻ്റേതായ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ മാർക്കറ്റിൽ കണ്ടേക്കാം. L&Tനെ സംബന്ധിച്ച് വീണ്ടും വലിയ ഓർഡേഴ്സ് ബാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഡേഴ്സ് വീണ്ടും L&T എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് L&T സ്റ്റോക്ക് പ്രൈസിലൊക്കെ നൽകാൻ പോകുന്നത്. ഇതൊക്കെയാണ് പൊതുവെയുള്ള മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് മൈനർ ഗെയിനോട് കൂടിയ ഒരു ഓപ്പണിംഗ് ആണ്. പോസിറ്റീവ് ബയാസ് കണ്ടിന്യൂ ചെയ്തേക്കാം. അതേസമയം വലിയ രീതിയിൽ സെൽ ഓഫ് വന്നിട്ടുള്ള സോഫ്റ്റ്വെയർ സ്റ്റോക്കുകളിലൊക്കെ ഒരുപക്ഷെ ഒരു കൺസോൾട്ടേഷൻ മൂഡ് കണ്ടേക്കാം. എന്നിരുന്നാലും വളരെ കോഷ്യസ് ആവേണ്ടതുണ്ട്. സോഫ്റ്റ്വെയർ ആസ് സർവീസസ് നൽകുന്ന കമ്പനികളുടെ സ്റ്റോക്കുകളിൽ നിന്ന് അറ്റേവരി റൈസിൽ കുറേയൊക്കെ എക്സിറ്റ് നടത്തുന്നതായിരിക്കും. മറ്റ് സെക്ടർ സ്റ്റോക്കുകളിലേക്ക് സ്വിച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.